റേറ്റഡ് തെലുങ്ക് സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട് തമിഴ്. നമ്മുടെ ബോംബ് സ്റ്റാർ ധ്യാൻ ശ്രീനിവാസൻ എന്നൊക്കെ പറയുന്ന പോലെ തെലുങ്കിത്തെ ബോംബ് സ്റ്റാർ ആയ നിതിന്റെ സിനിമയാണ്. ആൻഡ് നിതിൻ നെവർ ഫെയിൽസ് ടു ഡിസപ്പോയിന്റ്. ഡിസപ്പോയിന്റ്മെന്റ് പറഞ്ഞ വാക്കിന് ഇത്രയും ഇമ്പോർട്ടൻസും സിൻസിയാരിറ്റിയും കൊടുക്കുന്ന വേറൊരു നടൻ ലോകത്തുണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇവൻ ധ്യാൻ ശ്രീനിവാസൻ വരെ തോറ്റുപോകും. സോ ആളുടെ റോബിൻ ഹുഡ് പറഞ്ഞിട്ടൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും കണ്ടു തീർന്നിട്ടില്ല. അത്രയും ക്വാളിറ്റി ഉള്ള പടം. സോ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. തമിഴത്തെ ഡബിങ് എടുത്ത് പറയണം. സീരിയൽ വരെ തോറ്റു. അത്രയും നല്ല ഡബിങ് ആണ്. രണ്ടുപേര് തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇടികൊണ്ടവന്റെ പറഞ്ഞ സാധനം ഇടികൊണ്ട് വീണ് കഴിഞ്ഞിട്ട് പോലും തീരുന്നില്ല. എന്തോന്നടേ പാട്ട് പാടുന്ന നീയൊക്കെ. സോ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയ കാര്യം ബേസിക്കലി എനിക്ക് അറിയില്ലായിരുന്നു. സ്വാസികയുടെ ഒരു ലുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് യുണീക്ക് ആയിട്ടുള്ള വായിലെ ഹാൻഡ്സും ചുരുട്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു ലുക്ക്. ഞാൻ വിചാരിച്ചു സ്വാസിക നെവർ ഡിസപ്പോയിന്റ്സ് ആണല്ലോ, കണ്ടു നോക്കാന്ന്. വല്ലാത്തൊരു ചെയ്ത്തായി പോയി എന്റെ പൊന്നെ ചേച്ചി എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനിയുള്ള ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ടുള്ള നാഷണൽ അവാർഡ്സിൽ ചിലപ്പോൾ ബെസ്റ്റ് പടം എന്നുള്ള കിട്ടാനുള്ള ചാൻസ് ഉള്ള ഒരു പടമാണ് തമിഴ്. കാരണം അതിനുള്ള എല്ലാ ക്വാളിറ്റിയും ഡിസേർവ് ചെയ്യുന്ന ഒരു പടം. അങ്ങനെയാണല്ലോ ഇപ്പൊ നാഷണൽ അവാർഡ്. ചിലപ്പോൾ മികച്ച നടൻ വന്നിട്ട് നിതിനായിരിക്കും. മലയാളത്തിലാണെന്ന് വെച്ചാൽ എന്തായാലും കുമ്മാട്ടിക്കളിനായിരിക്കും. അതിലൊരു സംശയം പറയുന്ന സാധനം വേണ്ട. യൂഷ്വലി എല്ലാ പടത്തിലും പോലെ ഇതിലത്തെ സെക്കൻഡ് ഹാഫ് ആദ്യം എടുത്ത് പറയണം. വർഷ ബലാമയും സ്വാസികയും തമ്മിലൊരു ഫൈറ്റ് ഉണ്ട്. ചിരിച്ച് മനുഷ്യന്റെ ഊപ്പാട് ഇളകി എന്ന് വേണമെങ്കിൽ പറയാ. ആള് വന്നിട്ട് റോമൻ റെയിൻസ് ഇടുന്ന പോലെ സ്പിയർ ഒക്കെ ഇടുന്നുണ്ട്. സോ ഇതിൽ ആദ്യം പോയിട്ട് വർഷ ബല്ലാമ സ്വാസികയുടെ കണ്ണ് കത്തിയും കൊണ്ട് കുത്തിപ്പൊട്ടിക്കും. അപ്പൊ നമ്മൾ സ്വാസിക പേടിച്ചു.